ഹായ് പ്രിയപ്പെട്ട മോംസ് ഓഫ് ഏഞ്ചൽസ് അമ്മമാരെ, നമ്മുടെ കോഴ്സിന്റെ ഡേ 16ലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല ഭാവം വിഷ്വലൈസ് ചെയ്യാൻ പഠിച്ചു. ഇന്ന് ആ കാഴ്ച യാഥാർത്ഥ്യമാക്കാനുള്ള അടുത്ത മാന്ത്രിക ഉപകരണം പഠിക്കാം. അതാണ് നമ്മുടെ വാക്കുകൾ. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും വെറും ശബ്ദമല്ല, അത് ശക്തമായ ഊർജം വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു അമ്മ പറയുന്ന വാക്കുകൾക്ക് കുട്ടികളുടെ മനസ്സിൽ വലിയ ശക്തിയുണ്ട്. നമ്മുടെ കുട്ടികളുടെ നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ പോലെയാണ് നമ്മുടെ വാക്കുകൾ എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ കുട്ടിയെ "നിനക്ക് ഒന്നിനും കഴിവില്ല, നീ എപ്പോഴും ദേഷ്യക്കാരനാണ്" എന്ന് വിളിക്കുമ്പോൾ ആ സ്റ്റിക്കറിൽ അത് എഴുതപ്പെടുന്നു. കുട്ടിയുടെ ഉപബോധ മനസ്സ് ആ ടാഗ് വായിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് അവർ വിശ്വസിക്കും. നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ലേബലുകൾ, ഉദാഹരണത്തിന് മടിയൻ, വാശിക്കാരൻ, ദുർബലൻ എന്നിവ കുട്ടികളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാം. നമ്മുടെ ലക്ഷ്യം ലളിതമാണ്. ആ പഴയ നെഗറ്റീവ് സ്റ്റിക്കർ വലിച്ചെറിഞ്ഞ് പുതിയ പോസിറ്റീവായ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. ഇന്നത്തെ ടെക്നിക് പോസിറ്റീവ് ലേബലിംഗ്. ഇന്നു മുതൽ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കുറവുകളല്ല, മറിച്ച് അവരുടെ ശക്തി എന്തായിരിക്കണം എന്നുള്ള വാക്കുകളാണ്. ഇന്നത്തെ പ്രാക്ടീസ്: കഴിവുള്ളവൻ, മിടുക്കൻ തുടങ്ങിയ പോസിറ്റീവ് വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ എന്ത് തെറ്റ് ചെയ്താലും അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകൾ അഥവാ പേരുകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് നെഗറ്റീവായി എന്തെങ്കിലും പറയാൻ തോന്നുമ്പോൾ ഉടൻ സ്റ്റോപ്പ് പറയുക. ഡേ 4ൽ നമ്മൾ ചെയ്തതുപോലെ. എന്നിട്ട് അതിനെ പോസിറ്റീവായി മാറ്റുക. എന്തുകൊണ്ടാണ് നീ ഇത്ര മടിയൻ എന്ന് ചോദിക്കേണ്ടതിന് പകരം, നീ കഴിവുള്ളൊരു കുട്ടിയാണ്, നിനക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ കഴിയും, ഒന്ന് ശ്രമിക്കൂ എന്ന് പറയാം. അതുപോലെ, എന്താ നിനക്ക് ഇത്ര വാശി എന്നതിന് പകരം, നീ ശാന്തനും സന്തോഷവാനുമാണ്, ഈ വിഷമം നമുക്ക് സംസാരിച്ച് മാറ്റാം എന്നാണ് പറയേണ്ടത്. കുട്ടികൾ നന്നായി പെരുമാറുമ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിച്ച് അഭിനന്ദിച്ച് സംസാരിക്കുക. നീ എത്ര ശ്രദ്ധയോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയ രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കണം. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകുന്ന ഓരോ പോസിറ്റീവ് വാക്കുകളും അവരുടെ ഉപബോധ മനസ്സിൽ അവരുടെ യഥാർത്ഥ വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള വിത്തുകളാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. ഇന്നു മുതൽ നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ ആരാധകനും പ്രോത്സാഹകനുമായി മാറുക. നിങ്ങൾ ഇന്ന് ഈ പോസിറ്റീവ് ലേബലിംഗ് പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ എന്ന് കമന്റിലൂടെ അറിയിക്കണേ. നാളെ നമ്മൾ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കും. അതുവരെ കുട്ടികളെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിച്ചിരിക്കുക. താങ്ക് യു.